വന്ധ്യയായിരുന്ന ഏലിശുബായിക്കും പ്രായാധിക്യമുള്ളവനായിരുന്നതായ സക്കറിയായിക്കും അത്ഭുതകരമായി ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ളത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഈ സംഭവത്തെക്കുറിച്ച് കന്യകമറിയാമിനോട് ഗബ്രിയേൽ മാലാഖ പറയുന്നത്? കന്യകമറിയാം പുരുഷബന്ധമില്ലാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചത്. അതിന് മറുപടിയായിട്ടാണ് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, നിന്നിൽ നിന്ന് ഒരു പുത്രൻ, നിനക്കൊരു പുത്രനുണ്ടാകും, അവന് യേശു എന്ന് പേര് വിളിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ അതിന് കാരണമായി, അല്ലെങ്കിൽ അതിനെ കുറേ കൂടെ ഉറപ്പിക്കുന്നതിന് ഉദാഹരണം പറഞ്ഞതാണ് നിൻ്റെ ചാർച്ചക്കാരിയായ ഏലിശുബ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് പറയുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന്. എന്നാൽ സക്കറിയ പുരോഹിതന് ഈ അരുളപ്പാടുണ്ടായപ്പോൾ അദ്ദേഹം ഇത് ഞാൻ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു. എങ്ങനെ സംഭവിക്കുമെന്നുള്ളതല്ല, ഇത് ഞാനെങ്ങനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അതിന് ഒരു അടയാളമാണ് കൊടുത്തത്. അദ്ദേഹം മൗനിയായിരിക്കുന്നു, പുത്രൻ ജനിക്കുന്നത് വരെ മൗനിയായിരിക്കുന്നു എന്നാണ്. ഇനി അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു. യോഹന്നാൻ ജനിച്ച് കഴിഞ്ഞിട്ടും തൻ്റെ മൗനം മാറിയില്ല. തുടർന്ന് 8 ദിവസം കഴിഞ്ഞ് യോഹന്നാൻ്റെ ദേവാലയ പ്രവേശനം അഥവാ ശേലാകർമ്മം നടത്തുന്നതിന് ചെല്ലുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത്. ആ പേരിടുന്ന സമയത്ത് യോഹന്നാനെന്ന് പേര് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പേര് വിളിക്കുവാനിടയായി. എലിശബയുടെ ആംഗ്യം കാട്ടി അദ്ദേഹം എഴുത്തുപലകയിൽ പറഞ്ഞു കാണും യോഹന്നാൻ എന്നുള്ളത്. യോഹന്നാനെന്ന് പേര് വിളിക്കണമെന്ന് എലിശബ ചാർച്ചക്കാരോട് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അത് അവരുടെ പാരമ്പര്യത്തിൽ, അവരുടെ കുടുംബ വംശ പാരമ്പര്യത്തിൽ ആരും യോഹന്നാനെന്ന് പേരില്ലാത്തത് കൊണ്ട് പിതാവിനോട് ചോദിക്കുന്നു, അവനെന്ത് പേരിടണം? യോഹന്നാൻ എന്നാൽ പേരിടണമെന്ന് എഴുത്തുപലക ചോദിച്ച് എഴുതി അതോടുകൂടെ യോഹന്നാൻ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൗനാവസ്ഥ മാറി. അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് ഉച്ചരിക്കാനുള്ള ശക്തി ലഭിച്ചു. ഗർഭം ധരിച്ചതും അതുപോലെ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചതും മൗനിയായിരുന്നതും ആ മൗനത്തിന് ശേഷം തൻ്റെ വാക്ക് ഉച്ചരിക്കാനുള്ള അനുഗ്രഹം നൽകിയതുമെല്ലാം ദൈവത്താൽ സാധ്യമല്ലാത്തതൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്നതിനാണ്. എന്തുകൊണ്ടാണ് ദൈവത്താൽ സാധ്യമല്ലാത്തത്, മനുഷ്യനാൽ സാധ്യമല്ലാത്തത് ദൈവത്താൽ സാധ്യമാകുന്നുവെന്ന് യേശുക്രിസ്തു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ കൊണ്ട് കഴിയുന്നത് മനുഷ്യൻ ചെയ്യുമ്പോഴാണ് മനുഷ്യനെ കൊണ്ട് കഴിയാത്തത് ദൈവം ചെയ്യുന്നു. എലിശബായും സക്കറിയായും നീതിയുള്ളവരും സത്യമുള്ളവരും ധർമ്മബോധമുള്ളവരുമായിരുന്നുവെന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞാണ് സക്കറിയായിക്ക് അരുളപ്പാടുണ്ടായത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന പലതും ഉണ്ടാവാം. പക്ഷേ നമുക്ക് അസാധ്യമായിരിക്കുന്നത്
ദൈവം നമുക്ക് സാധിപ്പിച്ചു തരും. നമുക്ക് സാധ്യമായുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ. സക്കറിയാവിനും എലീശബായിക്കും കുഞ്ഞിനെ പ്രസവിക്കുവാൻ അല്ലെങ്കിൽ കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയില്ല. അവരെ കൊണ്ട് കഴിയുന്നത് പ്രാർത്ഥന, നീതി, ധർമ്മം, സത്യം എന്നിവയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മെക്കൊണ്ട് കഴിയുന്നതാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും കുമ്പസാരവും കുർബാനാനുഭവമൊക്കെ ഉള്ളത്. നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മളെക്കൊണ്ട് സാധിക്കാത്തത് ദൈവം ചെയ്യും. അതാണിവിടെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നതായ ഒരു സംഗതി. രണ്ടാമത്, വാർദ്ധക്യത്തിൽ ഈ കുഞ്ഞ് ജനിക്കുന്നതായ സമയത്ത് അവിടെ കൂടിയിരുന്ന ചാർച്ചക്കാരും മറ്റുള്ളവരും എല്ലാവരും സന്തോഷിക്കുകയാണ്. എലിസബത്തിൻ്റെ സന്തോഷത്തിൽ എലിസബത്തിനോട് കൂടെ സന്തോഷിക്കും. പലപ്പോഴും മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ ദുഃഖിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കുവാൻ നമുക്ക് അത്ര എളുപ്പമില്ല. കാരണം നന്മകളൊക്കെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാവൂ എന്നാണ് നമ്മുടെ ചിന്ത. നമ്മുടെ സ്വാർത്ഥതയും അസൂയയും ഒന്നും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുവാൻ നമ്മളെ വിലക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനതീതമായി ഈ ചാർച്ചക്കാരെല്ലാവരും സന്തോഷിക്കുന്നത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം അതാണ്. അനുഗ്രഹങ്ങളെല്ലാം ആർക്ക് ലഭിച്ചാലും അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ, വിജയങ്ങൾ, ഉന്നതമായ സ്ഥാനങ്ങളോ ഒക്കെ ആർക്ക് ലഭിച്ചാലും അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആളിൻ്റെ കഴിവോ ഒന്നും ആയിരിക്കണമെന്നില്ല. അതിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക, സന്തോഷിക്കുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വരുന്ന ഒരു മാനസികമായ വെല്ലുവിളിയാണ്. അതിനെ അതിജീവിക്കണമെങ്കിൽ ദൈവമാണ് എല്ലാവർക്കും എല്ലാവരുടെയും കാര്യങ്ങൾ നിർവഹിക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളത് ദൈവം എനിക്ക് തരുന്നു, മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് ദൈവം അവർക്ക് കൊടുക്കും. നമുക്ക് ആവശ്യമുള്ളത് എന്ത് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ പിതാവാണ് ദൈവത്തിനാണ് അറിയാം. ഒരു പിതാവ് മക്കളെ സ്നേഹിക്കുന്നു. ഓരോ മക്കൾക്കും ആവശ്യമായുള്ളത് പിതാവ് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ദൈവം മറ്റുള്ളവർക്ക് നമുക്ക് ലഭിക്കാത്തത് എന്തെങ്കിലും ലഭിക്കുന്നുവെങ്കിൽ കൊടുക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതമാണ്. അതിൽ സന്തോഷിക്കുകയാണ് നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരുമെന്നുള്ളതായി ഉറപ്പ്. അതുകൊണ്ടാണ് ആ ചാർച്ചക്കാർക്ക് ഒരുമിച്ച് സന്തോഷിക്കുവാനായിട്ട് കഴിയും. മൂന്നാമത് നമ്മൾ കാണുന്ന ഒരു വലിയ സംഗതി, ദൈവത്തിൻ്റെ ഈ ലോകത്തിലേക്കുള്ള മനുഷ്യാവതാരത്തിന് ഒരു ചരിത്ര നിയോഗമുണ്ട്. ആ ചരിത്ര നിയോഗമെന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ പ്രത്യേകമായി തനിക്കൊരു മുമ്പായി ഒരു ദൂതനെ അയക്കുകയാണ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൽ പറയുന്ന കർത്താവിൻ്റെ മുന്നോടിയായി വരുന്നവൻ്റെ കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ദൈവം നൽകുന്നതായ ചില ചരിത്ര സൂചനകളുണ്ട്. നമ്മുടെ ജീവിതത്തിലും അതുപോലെ ദൈവം നമുക്ക് ചരിത്രപരമായിരിക്കുന്ന പല സൂചനകളും നൽകും. ദൈവം നമുക്ക് നൽകുവാനുള്ളതായ കൃപകൾ അനുഭവിക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങിപ്പാർത്തിരിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരുങ്ങിപ്പാർത്ത് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ജനതയ്ക്കാണ് ആ ചരിത്ര നിയോഗം ഉണ്ടാകുന്നത്. ആ ചരിത്ര നിയോഗത്തെ ഉൾക്കൊള്ളുവാനായിട്ട് ഒരു പരിധിവരെ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് യേശുവിനെ അവർ സ്വീകരിക്കാൻ തയ്യാറായി.
പക്ഷേ മനുഷ്യജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ജനനത്തെ അറിയിക്കുവാനായിട്ട് പ്രത്യേകമായി ദൈവനിയോഗം പ്രാപിച്ച യോഹന്നാൻ്റെ ജനനം വലിയൊരു സംഭവമാണ് അവിടെ നൽകുന്നത്. പിതാവിൻ്റെ മൗനം മാറി സംസാരിക്കുവാനിടയായി. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു മകൻ്റെ ജനനം പിതാവിന് സന്തോഷകാരണമായി, മാതാവിനും ചാർച്ചക്കാർക്കും സന്തോഷകാരണമായി തീർന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ചരിത്രത്തിലുള്ള പ്രത്യേക മക്കളായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തിൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ ഓർക്കുന്നത്. അതോ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കുടുംബത്തിലും സഹോദരങ്ങൾക്കും നമ്മുടെ സമൂഹത്തിലുമുള്ളവർക്ക് ദോഷമാണോ ഉണ്ടാകുന്നത്, അപമാനമാണോ ഉണ്ടാകുന്നത്, നമ്മോട് വൈരാഗ്യവും വെറുപ്പുമാണോ ഉണ്ടാകുന്നത്, അതോ നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമാണോ ഉണ്ടാകുന്നത് എന്നുള്ളത്. കാരണം നമ്മുടെ സാന്നിധ്യം കൊണ്ട് സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ ഈ ചരിത്രത്തിൽ ദൈവം പ്രത്യേകമായി നിയോഗിച്ച് അയച്ചവരാണ് നമ്മൾ എന്നുള്ളത് നമുക്ക് ബോധ്യമാണ്. കാരണം ദൈവം സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൈവമാണ്. സമാധാനവും സത്യവും സ്നേഹവും സംസ്ഥാപിക്കുവാൻ നമ്മൾ പ്രവർത്തിക്കുന്നതായ സമയത്താണ് ചരിത്ര നിയോഗമുള്ള മനുഷ്യനാണ് ഞാനെന്നുള്ളത് ഓരോരുത്തരും തിരിച്ചറിയുന്നത്. യോഹന്നാൻ സ്നാപകൻ അപ്രകാരം ചരിത്ര നിയോഗമുള്ളവനായിരുന്നതുകൊണ്ട് മറ്റുള്ള എല്ലാവർക്കും സന്തോഷം നൽകി. നീതിയുടെ പ്രസംഗകനായിരുന്നുകൊണ്ട്, സത്യത്തിൻ്റെ പ്രസംഗകനായിരുന്നുകൊണ്ട് നമുക്കും ഒരു നല്ല പാഠം തരുന്നു. നമ്മൾ നീതിയും സത്യവും സ്നേഹവും മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലും ഉണ്ടാകുന്നവരെങ്കിൽ നമ്മളും ചരിത്ര നിയോഗത്തിലുള്ള ദൈവത്തിൻ്റെ മക്കളാണെന്ന് ബോധ്യമാകും. ആ ബോധ്യത്തിൽ വളരുവാനായിട്ടാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. അതിനിടയാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യും.